ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്ക് ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ് ടിപ്സ് ആൻഡ് നോളജ് തന്നെ ചീത്തവിളി എന്ത് കാര്യങ്ങളായാലും അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തു. പല ഉപകാരങ്ങളായ പല ബെനിഫിറ്റുള്ള നിങ്ങൾക്ക് പൈസ കിട്ടുന്ന പല കാര്യങ്ങളും നമ്മുടെ ചാനലിലും ടെലിഗ്രാം ചാനലിലും പറയുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും ഞാൻ അവിടെ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടെയും കൂടി ഒന്ന് നിങ്ങൾക്ക് കയറുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആൾറെഡി തന്നെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ 63 മില്യൺ ആൾക്കാരാണ് ഇന്നെലിജിബിൾ ആയിട്ടുള്ളത്. ആകെ ടോട്ടൽ വെറും 7 മില്യൺ ആൾക്കാരാണ് ഇപ്പോൾ അതിൻ്റെ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കായിരിക്കും എന്ത് കിട്ടാൻ പോകുന്നത്, ഡ്രോപ്പ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ 7 മില്യൺ ആൾക്കാരൊന്നും വീണ്ടും എങ്ങനെ ആൾക്കാർ കുറയാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് ഈ ആക്ടിവിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ട് അവർ ഇത്രയും കാലം ഈ പോസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ബഫർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ആക്ടിവിറ്റി ചെക്ക് എന്ന് പറയുന്ന ഈ ടാസ്ക് നമുക്ക് ഇന്ന് ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഇത് ചെയ്യണം. ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും കിട്ടാൻ പോകുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്, ഈ ഒരു കോയിന് അല്ലെങ്കിൽ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞ ടോക്കണ് എത്രത്തോളം വാല്യൂ കിട്ടും, എനിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും, എല്ലാം കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞു നിർത്തും. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ പൗസിൻ്റെ അനൗൺസ്മെൻറ്റ് പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അനൗൺസ്മെൻറ്റ് പേജിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ് പൗസ് 1 ലാസ്റ്റ് റൈഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇത് ലാസ്റ്റ് ടാസ്ക് ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ദ ഫൈനൽ മാറ്ററി ചെക്ക് ഈസ് ലൈവ്, ആൾ ദോസ് ഹു ഫിനിഷ് ഇറ്റ് വിൽ സ്റ്റേ ഇൻ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിനിഷ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾ ഇതിലേക്ക് എലിജിബിൾ ആവുള്ളൂ എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഗോ ടു പൗസ് വെബ് ആൻഡ് ചെക്ക് ഇറ്റ് ഓഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ വെബ്സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്യണം, നമ്മൾ വെരിഫൈ ചെയ്യണം. അവൻ്റെ ഏതൊരു നമ്മുടെ പേജിലൊക്കെ നമ്മുടെ ഈ ടെലിഗ്രാം അക്കൗണ്ട് എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റും അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ വെരിഫൈ ചെയ്യുന്നത് എൻ്റെ ടെലിഗ്രാം അക്കൗണ്ട് വെച്ചിട്ട് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാൻ എന്തായാലും അത് പ്രോസസ്സ് വഴി കാണിച്ചു തരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. ഞാൻ നേരെ എന്ത് ചെയ്യുന്നുണ്ട്, എന്നിട്ട് വെരിഫൈ ചെയ്തിട്ട് ഗൂഗിളിൽ വെച്ചിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്തത്. അതേ ഇത് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ അക്കൗണ്ട് കിട്ടും. നമ്മുടെ അക്കൗണ്ടിൽ അവിടെ എത്രത്തോളം പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു, അവിടെ എത്രത്തോളം എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, റെഫറൽസ് ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും നമുക്ക് എവിടെ കാണാൻ പറ്റും, ഈ വെബ്സൈറ്റിലും കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ മേലെ ഈ ഒരു പോപ്പപ്പ് കിടക്കുന്നുണ്ട്, ആഡ് ടു ഹോം സ്ക്രീൻ. ഞാൻ ആൾറെഡി കുറേ ചെയ്താണ്, അത് കാരണം വേണ്ടി ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ ആക്ടിവിറ്റി ചെക്ക് എവിടെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ഇവിടെ ഒരു മെനു സെഷൻ ഉണ്ട്. ഈ മെനു സെഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ക്ലെയിം എന്നുള്ള ഓപ്ഷനിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ എടുത്തെന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ടിവിറ്റി ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇവിടെ ലോഡിംഗ് ആണ് ഇല്ലെങ്കിൽ അതിൽ ചെക്ക് ചെയ്യണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ അന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊജക്റ്റിലും ഹ്യൂമൻ വെരിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ബോട്ടാണോ ഹ്യൂമൻ വെരിഫിക്കേഷൻ ആണോ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്നിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതിലും ആൾറെഡി കുറേ ബോട്ടൊക്കെ യൂസ് ചെയ്ത ആൾക്കാർ ഇന്നെലിജിബിൾ ആവും, ഇല്ലെങ്കിൽ അവൻ്റെ അക്കൗണ്ടൊക്കെ ഡീആക്ടിവേറ്റ് ആവും എന്നുള്ളൊരു ഓപ്ഷനും കൂടി നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ആക്ടിവിറ്റി ചെക്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാണ് പോപ്പപ്പ് ആവുക. അവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ചെറിയൊരു ക്യാപ്ച നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്യേണ്ടി വരും. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ ഹ്യൂമൺ ആണെന്ന് വെരിഫൈ ആയി എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ പൗസ് എന്ന എയർ ഡ്രോപ്പിലേക്ക് എലിജിബിൾ ആയി എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ താഴെ നിങ്ങൾക്ക് ഇവിടെ കുറേ ഇൻഡും ഉണ്ട്, ഇവിടെ ഇതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, അങ്ങനെയുള്ളവരൊന്നും പേടിക്കേണ്ട. നിങ്ങൾ നേരെ താഴത്തെ എടുത്തിട്ട് വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് നെക്സ്റ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൺഗ്രാജുലേഷൻ യു ആർ എലിജിബിൾ ടു പൗസ് എയർ ഡ്രോപ്പ് എന്നുള്ളൊരു കാര്യം ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എലിജിബിൾ ആണെന്ന് മനസ്സിലാക്കുക. വേറെ ഒരു കാര്യങ്ങളും നോക്കണ്ട, എല്ലാ ടാസ്കും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല രീതിയിൽ തന്നെ എന്ത് കിട്ടും, ടോക്കൺ അലോക്കേഷൻ കിട്ടുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനത് എന്ത് ചെയ്യുന്നത് പ്രത്യേകം ഈ വീഡിയോയിൽ പറഞ്ഞത്. ഇനിയുള്ള കുറേ ആൾക്കാരുടെ ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൽ അവിടെ ഒരു ടാസ്ക് കിടന്ന് കളിക്കുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ് അത് കുറേ ആയിട്ട് നമുക്കത് കിട്ടുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് ലിസ്റ്റിംഗ് ഡേറ്റും അതുപോലെ തന്നെ ഈ ടോക്കൺ എത്രത്തോളം പ്രൈസും ഈ ടോക്കണിൻ്റെ അടുത്ത അപ്ഡേറ്റ് എന്താണെന്നുള്ള കാര്യം നമുക്ക് പറയാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പൗസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏൺ സെഷനിൽ വന്നെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ടാസ്ക് വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, അത് ചെയ്യാം. അപ്പോൾ ഇവൻ്റെ ഈ ഒരു മെയിനായിട്ട് ഇവൻ്റെ എക്സ്ട്വിറ്റർ അക്കൗണ്ട് കുറേ ആയിട്ട് ഫ്രീക്വൻ്റ്ലി ആയിട്ട് എന്തായി പോവുകയാണ്, ബാനായി പോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ റീസൺ എന്തൊക്കെയാണെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയുന്നില്ല, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ കിട്ടിയിട്ടില്ല. മേ ബി എന്ത് റീസൺ ആയിരിക്കാം എന്ന് നമുക്കറിയില്ല. മേ ബി ഇതൊരു സ്കാം ആയിരിക്കാമോ
എന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചിട്ട് ചെയ്താൽ മതി. ക്രിപ്റ്റോയിൽ ഇതൊക്കെ അങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഗോഡ് പൗസർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അവൻ്റെ മെയിൻ അക്കൗണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അക്കൗണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് കഴിയാത്തത് എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ അവർ 1 മില്യൺ ഫോളോവേഴ്സ് ആയാൽ മാത്രമാണ് നമുക്ക് ഇത് എന്താവാൻ പറ്റുള്ളൂ, ഇവിടെ ക്ലെയിം എന്നുള്ള ഓപ്ഷൻ വരുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമുക്ക് ഒന്നും നമ്മൾ തലകുത്തി മറിഞ്ഞാലും ഈ ഫോൺ എടുത്ത് ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ ടാസ്ക് പോലെ മാനത്തേക്ക് എറിഞ്ഞ് തിരിച്ചിട്ടാലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് നിങ്ങൾ 100% മനസ്സിലാക്കണം. ഇത് എപ്പോഴാണ് കിട്ടുക? ഈ ഒരു 1 മില്യൺ ആൾക്കാരും ഇവിടെ ഫില്ലായെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടാസ്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഒരിക്കൽ മാത്രം ക്ലിക്ക് ചെയ്ത് അവൻ്റെ ട്വിറ്റർ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം. അത് മാത്രമാണ് നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ പാർട്ട്നേഴ്സ് ടാസ്ക് ഒക്കെ കുറേ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ മസ്റ്റായിട്ട് എപ്പോഴും ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അത് ഫോളോ അപ്പ് ചെയ്ത് അത് ക്ലെയിം ചെയ്ത് എടുക്കണം. ഇവൻ്റെ ഈ ഒരു സ്നാപ്ഷോട്ടൊക്കെ കഴിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. എന്നാലും അവർ ടാസ്ക് മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവന്ന് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ടാസ്കും എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ 100% ശ്രമിക്കുക. ഇനി നമ്മൾ അടുത്ത് ഇവിടെ പറയാൻ പോകുന്നത് ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണ്, അതേപോലെ തന്നെ ഇത് എത്രത്തോളം പ്രൈസിന് വാല്യൂലൊക്കെ ഇത് ലിസ്റ്റ് ആവും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇത് 100% ശരിയാണോ തെറ്റാണോ അങ്ങനെയൊക്കെ ചോദിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കൊരിക്കലും ഉറപ്പൊന്നുമില്ല. അപ്പോൾ ആരെങ്കിലും വിളിച്ചിട്ടുണ്ട്, എന്തായാലും അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. അപ്പോൾ എന്തായാലും അതൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായം എനിക്ക് പറയാമല്ലോ, അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കാര്യം ഇതിൻ്റെ എന്താണെന്ന് പറയാൻ പോകുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇതുവരെയ്ക്കും അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ടാസ്കിൻ്റെ ഇത് മാത്രമാണ് എൻ്റെ ആയിട്ടുള്ളത്. ഇനി അടുത്തവർ എന്തൊക്കെ കൊണ്ടുവരണം, ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ അവർ പറഞ്ഞിട്ടുള്ള മേജർ ആയിട്ടുള്ള എക്സ്ചേഞ്ചുകൾ ഏതൊക്കെയായിരുന്നു? ബൈനാൻസ്, OKX, ബൈബിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവർ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ബിറ്റ്ഗെറ്റിലും വരും. അതേപോലെ തന്നെ ബിട്രീ എന്ന് പറഞ്ഞിട്ടുള്ള, ബിട്രൂ എന്ന് പറഞ്ഞിട്ടുള്ള, ബിറ്റ്മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവരുടെ വെബ്സൈറ്റിലും ഇത് വരാനുള്ള സാധ്യതകൾ ഉണ്ട്. മേ ബി മെക്സിയിൽ കൂടി ഇത് വരാം. എന്തായാലും മേജർ ആയിട്ടുള്ള എല്ലാത്തിലും വരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ 4-5 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഓരോ എക്സ്ചേഞ്ചിനും അവർ രജിസ്റ്റർ ചെയ്യാനോ ആക്കാനുള്ള സമയമൊക്കെ അവർ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ടാവണം. എന്നാലും ഓരോ എക്സ്ചേഞ്ചിലും എല്ലാ എക്സ്ചേഞ്ചിലും ആ ഒരു ദിവസം ഒറ്റ ഡേ കൊണ്ട് ഈ എല്ലാ എക്സ്ചേഞ്ചിലും കൂടി അവർ അനൗൺസ്മെൻറ്റ് ചെയ്യുമോ, ലൈവ് ട്രേഡ് ഞങ്ങൾ നടത്താൻ പോകുമെന്ന് ഒരിക്കലുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു സമയം എന്തായാലും എടുക്കും, നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഫാൻറ്റം വാലറ്റിലേക്ക് ഓൺ ചെയിൻ ക്ലെയിം ആണോ, എങ്ങനെയാണ് ഡയറക്റ്റ് ക്ലെയിം ആണോ വരിക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. മേ ബി ഇപ്പോൾ നമ്മുടെ ഈ NC ടോക്കണൊക്കെ എക്സാമ്പിളായിട്ട് എടുത്തെന്ന് പറഞ്ഞാൽ നാളെയാണ് ഇത് ലൈവ് ട്രേഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം കൂടി അവർ കൊണ്ടുവരണം. അതേപോലെ തന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ടോക്കൺ കിട്ടുന്നവർ ഇനിയും പറഞ്ഞിട്ടില്ല. ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ കയ്യിലുള്ള, ഇപ്പോൾ എൻ്റെ കയ്യിൽ 6 ലക്ഷം ടോക്കൺസ് നമ്മുടെ അവിടെ ഉണ്ട്. ഈ 6 ലക്ഷം ടോക്കൺസ് 6 ലക്ഷം പോയിന്റ്സ് നമുക്ക് അവിടെ ഉണ്ട്. അപ്പോൾ ഈ 6 ലക്ഷം പോയിന്റ്സും നമുക്ക് ടോക്കൺസ് ആയിട്ട് കിട്ടുന്നതാണോ നിങ്ങൾ വിചാരിച്ച്? ഒരിക്കലും അങ്ങനെ കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ഇതിന്ന് ഒരു ടോക്കൺ അലോക്കേഷൻ ആയിരിക്കും കിട്ടാൻ പോവുക. അതുപോലെ തന്നെ അതിൻ്റെ എയർ ഡ്രോപ്പ് അവർ എത്രത്തോളം സപ്ലൈ ചെയ്യുന്നത്, നമുക്ക് എത്രത്തോളം ടോക്കൺസ് ആണ് കിട്ടുക എന്നുള്ളൊരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എനിക്കിവിടെ മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ NC ടോക്കൺ തന്നെ എക്സാമ്പിളായിട്ട് എടുത്തു. ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത ആൾക്കാർക്കും കൂടുതൽ എൻഗേജ്മെൻ്റ് ആയ ആൾക്കാർക്കും അവർക്കായിരിക്കും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടാൻ പറ്റുക ഇല്ലെങ്കിൽ കിട്ടാൻ പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾ നോക്കണ്ട, ഇതിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടാൻ പോകുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ട് സ്പെൻഡ് ചെയ്ത ആൾക്കാർക്കാണ്. അതേപോലെയുള്ള ഈ ബാച്ചിലൊക്കെ അത്രത്തോളം എമൗണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ഇത് കിട്ടുക എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്ത് വേണം, ഇവർ ടോക്കൺ അലോക്കേഷൻ പറയണം, നമുക്ക് ക്ലെയിം ചെയ്യാനൊരു സമയം തരണം, ഇവർ എക്സ്ചേഞ്ചിന് ലൈവ് ഓരോരോ എക്സ്ചേഞ്ചുകളും ഇവൻ്റെ ലൈവിൻ്റെ അനൗൺസ്മെൻറ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്ന കാരണം ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ പ്രൊജക്റ്റും ഈ ഒരു സമയത്ത് നമ്മുടെ ഈ ഫെബ്രുവരി എന്ന് പറഞ്ഞ സമയത്ത് നല്ല ഡൗൺ ആണ്, മാർക്കറ്റൊക്കെ ഡൗൺ ആണ്. പെട്ടെന്ന് തന്നെ ഇത് ലിസ്റ്റ് ആയാലും നമുക്കിതിന് നല്ലൊരു വാല്യൂ ഒക്കെ പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഏതൊരു ടെലിഗ്രാം പ്രൊജക്റ്റ് ആയാലും ഇങ്ങനെയുള്ള മീം കോയിൻ്റെ പ്രൊജക്റ്റുകളായാലും നമുക്ക് ആ വന്ന സമയത്ത് തന്നെ നിങ്ങൾ 100% വിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് എനിക്ക് പറയാനുള്ളൂ. ഇനി ഞാൻ ഒരിക്കലും ഏതൊരു പ്രൊജക്റ്റിൻ്റെയും, ഇതിപ്പോൾ ടെലിഗ്രാം ആയിക്കോട്ടെ, ടെസ്റ്റ്നെറ്റ് ആയിക്കോട്ടെ, DP പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഒരിക്കലും നിങ്ങളോട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, അത് ഹോൾഡ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല. എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്കറ്റൊക്കെ വളരെ പോക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്ത് സാധനം കിട്ടിയാലും ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ല, മറ്റേ ഈ റൈഫിൾ ക്ലബിലൊക്കെ ഒറ്റ മൈൻഡ്, 3-ാം പക്കം കല്യാണമൊക്കെ കഴിച്ചു, അതേപോലെ പറയുന്ന പോലെ തന്നെ ഒറ്റ മൈൻഡായിട്ട് നിങ്ങൾ ഇരിക്കുക.
എത്രത്തോളം നിങ്ങൾക്ക് സാധനം കിട്ടിയോ നിങ്ങൾ അത് മൊത്തം ഇനി സെല്ല് ചെയ്തു. അത് മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ ഇത്ര കാലം ഇതിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ നഷ്ടങ്ങൾ എനിക്ക് പറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട്, നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ രണ്ടുമുണ്ട്. പക്ഷേ ഇനി ഞാൻ ഒറ്റ മൈൻഡാണ്. എന്താണെന്ന് പറഞ്ഞാൽ എന്ത് സാധനം കിട്ടിയാലും ഞാൻ എന്ത് ചെയ്യും, അത് ഫുള്ള് സെല്ല് ചെയ്യും. അത് മാത്രമാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് എപ്പോഴാണെന്ന് പറഞ്ഞാൽ ഇന്ന് ഫെബ്രുവരി 7 ആണെങ്കിൽ ഒരു 20 ദിവസം നിങ്ങൾ എടുത്തോ. ഒന്നില്ലെങ്കിൽ ഞാൻ പറയുന്ന ഈ ഡേറ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മേ ബി ഇതിൽ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഫെബ്രുവരി 25 മുതൽ മാർച്ച് ഒരു 10 ഉള്ളിൽ ഇത് എന്തായാലും ലിസ്റ്റ് ആവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിന് വല്ല മാറ്റങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ പറയണം. ഒരു 20 ദിവസം ഞാൻ അവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്. ടോക്കൺ അലോക്കേഷൻ, അതേപോലെ തന്നെ ഇത്രത്തോളം എക്സ്ചേഞ്ച് പറയണം, ഇതിനൊരു സോൾ ഫീസ് വേണ്ടി വരുമോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇത് സൊലാന നെറ്റ്വർക്കിലാണ് വരുന്നത്. നിങ്ങൾക്ക് NCയിലൊക്കെ നമുക്കൊരു സോൾ ഫീസ് വേണ്ടിയില്ല, ചെറിയൊരു എമൗണ്ട് മേ ബി അവർ ചോദിക്കാം. എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായാലും വേണം ഇത് ക്ലെയിം ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് ടോക്കൺ അലോക്കേഷൻ തന്നാൽ മാത്രമാണ് ഇവരൊരു പുതിയ അടുത്ത സ്റ്റെപ്പ് എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ലിസ്റ്റിംഗ് ഡേറ്റ് പറയുന്നത് ഫെബ്രുവരി 25 മുതൽ മാർച്ച് 10 അല്ലെങ്കിൽ മാർച്ച് 5 ഉള്ളിലായിരിക്കും നമ്മുടെ ഒരു പൗസ് എന്ന് പറഞ്ഞ ടോക്കൺ ലിസ്റ്റ് ആവാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇത് എത്രത്തോളം വാല്യൂലാണ് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്ന് വെച്ചാൽ റീസെൻ്റ്ലി കമ്പയർ ചെയ്തിട്ടുള്ള എല്ലാ ഒരു പ്രൊജക്റ്റിൻ്റെ വെച്ചിട്ട് ഞാൻ അപ്രോക്സിമേറ്റ്ലി പറയുന്ന വാല്യൂ ആണ്. ഞാനിതൊരു റെഫറൻസ് അങ്ങനെയുള്ളൊരു കാര്യമില്ല, ഞാൻ എൻ്റെ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. 0.007 ഈ ഒരു 0.20 കഴിഞ്ഞിട്ട് 7 ടു 0.01 വരെ ആയിരിക്കും ഈ ഒരു പൗസ് ടോക്കൻ്റെ വാല്യൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അത്രത്തോളം ടോക്കണാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഞാൻ പറയുന്നത് ഏറ്റവും മാക്സിമം മാർക്കറ്റ് ക്യാപ്പ് എടുത്തിട്ടാണ്. ഒന്നും കൂടി പറയാം, $0.007 ടു $0.01 വരെ ആയിരിക്കും നമ്മുടെ പൗസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ എന്തൊക്കെ ഈ വീഡിയോയിൽ പറഞ്ഞു ഈ പൗസിൻ്റെ ഡീറ്റെയിലിൽ തന്നെ ഞാൻ പറയാം. ഈ ആക്ടിവിറ്റി ചെക്ക് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെയ്യണം. ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 25 മുതൽ ഒരു മാർച്ച് 5 ഉള്ളിലായിരിക്കും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നത്. ഇത് എത്രത്തോളം വാല്യൂലാണ് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ 0.007 ടു 0.01 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂലായിരിക്കും ഇത് ലിസ്റ്റ് ആവാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ഏതൊക്കെ എക്സ്ചേഞ്ചിലാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ബൈനാൻസ് ആയിക്കോട്ടെ, OKX ആയിക്കോട്ടെ, ബൈബിറ്റ് ആയിക്കോട്ടെ. ബൈനാൻസും OKXും ബൈബിറ്റും എന്തായാലും മേജറായി അവർ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബിറ്റ്ഗെറ്റും മെക്സിയും ബിറ്റ്മീ എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് എന്ന് പറയുന്നുള്ളതും അതിലും ഇത് വരാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ മസ്റ്റായിട്ട് ജോയിൻ ആവുക. നമ്മൾ റീസെൻ്റ്ലി ഒരുപാട് ലൂട്ട്സ് എന്തായിട്ടുണ്ട്, ലൈവ് ആയിട്ടുണ്ട്. നിങ്ങൾ അതിൽ കയറിയെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പ്രൊജക്റ്റുകൾ കാണാം, ഡീപ്പിംഗ് പ്രൊജക്റ്റുകൾ കാണാം, അതേപോലെ തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പുകൾ കാണാം. ഫ്രീ ആയിട്ട് കിട്ടുന്ന എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവിടെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി. അവർ ഇന്നൊരു സമയത്ത് എയർ ഡ്രോപ്പ് കിട്ടുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ അവിടെ ഇടുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കയറി നോക്കുക. ഞാനിവിടെ ഏഞ്ചൽ വണ്ണിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു ലൂട്ടിൽ ഏഞ്ചൽ വണ്ണും അപ്സ്റ്റോക്സും അതേപോലെ തന്നെ അപ്സ്റ്റോക്സ് ഈ ഒരു 2 കാര്യങ്ങളാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് പേയ്മെൻറ്റ് കിട്ടുക. വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് 1 വീക്ക് കഴിഞ്ഞിട്ടോ 10 ദിവസത്തിനുള്ളിലൊക്കെയാണ് പേയ്മെൻറ്റ് കിട്ടുക. അപ്പോൾ ഏഞ്ചൽ വണ്ണ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റായിട്ട് ഏഞ്ചൽ വണ്ണ് നിങ്ങൾ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ അതിൽ നിന്നാണ് ഒരു എമൗണ്ട് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് 171 രൂപയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇത് ചെയ്ത ഉടനെ നിങ്ങളിവിടെ UPI നിങ്ങൾ കൊടുക്കണം. UPI കൊടുത്തു എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിക്കാണ് പോവുക. വേറെ എവിടേക്കും നിങ്ങൾക്ക് പോവില്ല, പ്ലേ സ്റ്റോറിക്ക് പോകും. ഈ അക്കൗണ്ട് ഒന്ന് എടുത്തിട്ട് അവിടെ ഡിമാൻഡ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് KYC കംപ്ലീറ്റ് ചെയ്ത് ആധാറും പാനും കൊടുത്ത് ഡിമാൻഡ് അക്കൗണ്ട് കൊടുത്ത് ഒരു പൈസയും കൊടുക്കേണ്ട, 5 പൈസ പിടിക്കില്ല, ഒരു കാര്യങ്ങളും ഇല്ല. നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 171 രൂപ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യണോ, ഇത് ഫ്യൂച്ചറിൽ നമുക്ക് വല്ല പൈസ പിടിക്കുമോ എന്ന് ഡൗട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഡയറക്റ്റായിട്ട് സെറ്റിങ്സിലേക്ക് പോവുക. ഏറ്റവും സ്ക്രോൾ ഡൗൺ ചെയ്തെന്ന് പറഞ്ഞാൽ അവിടെ ഡീആക്ടിവേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്യാൻ. പിന്നെ പക്ഷേ ഡീആക്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ 90 ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഇതിൽ ട്രേഡ് ചെയ്താലും എല്ലാത്തിനും വളരെയധികം ഫീസൊക്കെ കുറവാണ്. അതും കൂടി നിങ്ങൾ ചിന്തിച്ചിട്ട് ഡീആക്ടിവേറ്റ് ചെയ്യാം. മേ ബി നല്ലൊരു പണിയൊക്കെ കിട്ടി നല്ല രീതിയിലൊക്കെ സെറ്റിൽ ആയ ആൾക്കാർ എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനും SIP തുടങ്ങാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ് ഏഞ്ചൽ വൺ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇതിൽ തന്നെ നിങ്ങൾ ഡീആക്ടിവേറ്റ് ചെയ്താൽ മതി, നല്ല രീതിയിൽ തന്നെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതേപോലെ തന്നെ അതിൽ വേറെ കുറേ ലൂട്ട്സുകൾ ഉണ്ട് കേട്ടോ. അപ്സ്റ്റോക്സ് ഇതേപോലെ തന്നെ നിങ്ങൾ അക്കൗണ്ട് എടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 100 രൂപ കിട്ടും. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ ക്യാഷ് ഫ്രീയിൽ 160 രൂപ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ 160 രൂപ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ മിനിഞ്ഞാന്ന് 160 രൂപ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഒരാൾ കയറിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 170 രൂപയും എനിക്ക് 160 രൂപയാണ് കിട്ടും. അപ്പോൾ എനിക്ക് പൈസ കിട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഡെയിലി വന്ന് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, നിങ്ങൾ തന്നെ അത് അന്വേഷിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്. ലൂട്ട് ക്യാമ്പയിനാണ്. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞു. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരുപാട് ആൾക്കാർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ പല ലൂട്ടുകളുണ്ട്. ഈ ഒരു ക്യാഷ് ഫ്രീ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ബൾക്ക് പേ എന്ന് പറയുന്നതിലുമാണ് ഇതിൽ എമൗണ്ട് കയറുക. എനിക്ക് ഇന്ന് തന്നെ ഇപ്പോൾ 100 രൂപ അപ്സ്റ്റോക്സിൻ്റെ കയറിയിട്ടുണ്ട്.
അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. നിങ്ങൾ പേടിക്കേണ്ട, വെബ്സൈറ്റിൽ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും പോവില്ല. അപ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കും ഇനി സപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരും എല്ലാവർക്കും വളരെയധികം നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യുക, വീഡിയോ ഒന്ന് വേറെ ഒരാൾക്ക് ഇതേ ഇൻഫർമേഷൻ എത്തിക്കാൻ വേണ്ടി വേറെ ഒരാൾക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കയറുക. അത്രമാത്രം നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.